സകല വാക്യങ്ങളും ദൂതനുമായി കണക്ട് ചെയ്യുക, സകല വേടുകളും ദൂതനുമായി കണക്ട് ചെയ്യുക. ഞാൻ വിശ്വസിക്കുന്നു അസാധാരണമായ എൻകൗണ്ടറുകൾ, അസാധാരണമായ ഏഞ്ചലിക് മൂവുകൾ പരിശുദ്ധാത്മാവിനാൽ, അത് ദൈവത്തിന്റെ ആത്മാവിനാൽ ഈ ജീവിതങ്ങളുടെ മേൽ അത് ആത്മാവ് പകരുന്നു. ഇന്ന് പകൽ എനിക്ക് ഉറപ്പുണ്ട് അവൻ എന്റെ മേൽ നടന്ന എൻകൗണ്ടറുകൾ അത് നിങ്ങളുടെ മേൽ സംഭവിക്കും. എനിക്ക് വേണ്ടി കാവൽ നിന്ന ദൂതന്മാർ അത് നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുക. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്ത് ഒരു മെസ്സേജിനകത്തോട് പറഞ്ഞൊരു വാക്യം ഇതാ. അദ്ദേഹം എയർപോർട്ടിനകത്ത് വെച്ച് ഉണ്ടായൊരു അനുഭവത്തെ പറ്റി പറഞ്ഞു. ആമേൻ. സോഷ്യൽ മീഡിയ മുഴുവനും അതിനെ കളിയാക്കുന്നത് കണ്ടവർ എത്ര വേണമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അവൻ പറഞ്ഞത് ഇങ്ങനെയാ. ആമേൻ. ഒരു പർദ്ദ ധരിച്ച് അവൻ മനുഷ്യരൂപത്തിൽ ഒരു സാഹചര്യത്തിൽ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഒരു ദൂതൻ്റെ അനുഭവം എക്സ്പീരിയൻസ് ഉണ്ടായി. പക്ഷെ അത് സോഷ്യൽ മീഡിയ മുഴുവനും കളിയാക്കി. പക്ഷെ ഞാൻ പറയട്ടെ, അനുഭവിച്ചവർക്കേ പറയാൻ പറ്റത്തുള്ളൂ. ആമേൻ. ഇത് വിശ്വസിക്കുന്നതിന് ദൈവശക്തിയും, വിശ്വസിക്കാത്തവർക്ക് എന്തുവാ? ഭോഷ്കുമാ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ ദൈവമക്കളെ, ഞാൻ ചില ദിവസങ്ങൾ നാളുകൾക്ക് മുമ്പ് നിങ്ങളോട് സാക്ഷ്യം പറഞ്ഞതാ എൻ്റെ യാത്രയിൽ സംഭവിച്ച ഒരു സംഭവം. ഹല്ലേലൂയ. നിങ്ങൾ ആരൊക്കെ അത് കേട്ടിട്ടുണ്ട്? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഞാൻ വീണ്ടും പറയാം. എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുന്ന വഴിക്ക് ആമേൻ ഹല്ലേലൂയ ഏകദേശം 11:30 കഴിയുന്ന സമയം, രാത്രി 11:30 സമയം കഴിയുന്നു. ആമേൻ കടക്കിൽ നിന്നും ആമേൻ എൻ്റെ സിസ്റ്ററിൻ്റെ വീട് ചണ്ണപ്പട്ടയാണ്. കടക്കിൽ നിന്നും ആ റൂട്ട് കയറി ഞാൻ പോകുക. കുറച്ച് രാത്രിയാണെങ്കിൽ വളരെ ആളില്ലാത്ത സ്ഥലം, വളരെ വല്ലാത്തൊരു കുറച്ചുകൂടെ എന്താ പറയുക ആളൊഴിഞ്ഞ സ്ഥലമാണ്. ആമേൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഹൈവേ വിട്ട് ആ റൂട്ട് കയറി പോകുമ്പോൾ അവൻ ഒരു പ്രത്യേക സ്ഥലത്ത് ചെല്ലുമ്പോൾ എൻ്റെ മേൽ വല്ലാത്തൊരു ഭയമുണ്ടായി. ആമേൻ. എൻ്റെ മേൽ വല്ലാത്തൊരു ഭയമുണ്ടായി. ഹല്ലേലൂയ. എന്തോ അറിയത്തില്ല, എന്തോ ഒരു ചെറിയൊരു ഭയം പെട്ടെന്ന് മനസ്സിനകത്ത് കയറി വന്നു. വിത്തിൻ 5 മിനിറ്റ്സ് ആമേൻ ഞാൻ കാണുകയാണ് എൻ്റെ സൈഡിലൂടെയും വലത്തും ഇടത്തുമായി ചിലത് പറക്കുകയാണ്. ഹല്ലേലൂയ. ചിലത് സിമ്മിയ നല്ല വെള്ളപ്രാവുകളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? അതിൻ്റെ കളർ ഓർമ്മയുണ്ട്? ആ മോളുടെ ആ ഷോളിൻ്റെ കളറിനോട് ഏകദേശം മാച്ച് ചെയ്യുന്ന കളർ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ഈ വയലിനകത്ത് എന്താ പറയുക കൊക്കിൻ്റെ കളർ നിങ്ങൾക്ക് അറിയാമല്ലോ. ആമേൻ. അതേ കളറിനകത്ത് വലത്തും ഇടത്തുമായി ഇത് സ്വിം ചെയ്തുകൊണ്ടിരിക്കുക, പറക്കുകയല്ല. സ്വിമ്മിങ് മോഡ്. എങ്ങനെ സ്വിം ചെയ്യുമോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആദ്യം മനസ്സിലായില്ല. ആമേൻ. ഹല്ലേലൂയ. ആദ്യം തോന്നലാണെന്ന് വിചാരിച്ചു, വെറും ചിന്തയാണെന്ന് വിചാരിച്ചു. ആമേൻ. ഹല്ലേലൂയ. അപ്പോഴാ മോൻ പറയുന്നത്, പപ്പ ഇതെന്തോ പറക്കുന്നത്, എന്തോ ഈ പോകുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് മനസ്സിലായില്ല. കുറെ കഴിഞ്ഞ് മനസ്സിൽ തോന്നുക, ഇതെന്തുവാ? വാഹനത്തിൻ്റെ റിഫ്ലക്ഷൻ അല്ലേ? ആമേൻ. ഹല്ലേലൂയ. ഇത് പകൽ വിശ്വസിക്കണം ദൈവമക്കളെ. ഞാൻ എൻ്റെ കണ്ണാൽ കണ്ടതാണ്, എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടതാണ്. ആമേൻ. ഹല്ലേലൂയ. പിന്നീട് എനിക്ക് മനസ്സിലായി, ഇത് തലങ്ങും വിലങ്ങുമായി പറന്നുകൊണ്ടിരിക്കുക, എൻ്റെ വാഹനത്തിന് മുന്നാലെ പറന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏതോ പൈശാചിക മേഖലയുടെ കോട്ടയ്ക്കകത്ത് നിന്ന് ദൈവത്തിൻ്റെ സംരക്ഷണമായി ദൈവത്തിൻ്റെ ദൂതന്മാർ നിനക്ക് മുമ്പായി പോകുമെന്ന ദൈവത്തിൻ്റെ വചനമുണ്ടല്ലോ. അത് ഹല്ലേലൂയ, അത് എനിക്ക് വേണ്ടി ഇറങ്ങി വന്നതാണെന്ന് ഇന്ന് പകൽ അത് നിങ്ങൾക്കും വേണ്ടി അവൻ നിനക്ക് മുമ്പായി ദൂതന്മാർ ചെന്ന് നിന്റെ ദുർഘടങ്ങളെ വഴിമാറ്റുമെന്ന് ദൈവത്തിന്റെ വചനമുണ്ടല്ലോ. ഇന്ന് പകൽ ഹല്ലേലൂയ, ഇന്ന് പകൽ നീ കേൾക്കുമ്പോ നിന്റെ വിഷയത്തിന്റെ മുമ്പിൽ, നിന്റെ പ്രശ്നത്തിന്റെ മുമ്പിൽ ദൂതന്മാർ ഇറങ്ങി നിനക്ക് മുമ്പായി ചലിക്കുമെന്ന് ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഞാൻ അത് വീണ്ടും ഒരു കാര്യം കൂടെ പറയാം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ, വീട്ടിൽ നിന്ന് എൻ്റെ വാഹനം സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൂതന്മാരുടെ എൻകൗണ്ടറിനെ പറ്റിയുള്ള മെസ്സേജ് ആയിരുന്നു. ആമേൻ. ദൂതന്മാരുടെ എൻകൗണ്ടറിനെ പറ്റിയുള്ള മെസ്സേജ് ആയിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഞാനിത് പോലും അറിയാതെ ഹല്ലേലൂയ എൻ്റെ മേൽ ആക്റ്റീവായി. ഹല്ലേലൂയ. എവിടേക്കോ എൻ്റെ ഉള്ളത്തിൽ, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനകത്തേക്ക് ഇത് കയറിപ്പോയി. ഹല്ലേലൂയ. നിന്റെ വിശ്വാസം ചിലതിനെ ജനിപ്പിക്കും. അവൻ നിന്റെ വിശ്വാസം ചിലതിനെ കൊണ്ടുവരും. ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലത് വിശ്വസിക്കാം. ഞാൻ കേട്ടത് സത്യമാണെന്ന്
ദൈവം എന്നെ ഉറപ്പിക്കുന്ന ദിവസമായിരുന്നു അത്. ഞാൻ പ്രസംഗിക്കുന്നത് സത്യമാണെന്ന് എന്റെ ദൈവം എന്നെ ഉറപ്പിക്കുന്ന ദിവസമായിരുന്നു അത്. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ആരാധിക്കുന്നത് അത് സത്യമാണെന്ന് എന്റെ ദൈവം എന്നെ ഉറപ്പിക്കുന്നു. നിങ്ങളെ ഉറപ്പിക്കുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. എൻകൗണ്ടറുകളെ പ്രവചിക്കുന്നു.